ദൈവത്തിന്റെ വഴികളുണ്ട്. അല്പനിമിഷം മുൻപ് നാം വായിച്ചത് ബലമില്ലാതാകുവോളം കരഞ്ഞെന്ന ആ മനുഷ്യൻ ഇപ്പോൾ ആരാനുഭവിക്കും? ആ കരഞ്ഞ മനുഷ്യൻ, ആ ബലം നഷ്ടപ്പെട്ട മനുഷ്യൻ ഇപ്പോൾ ഒരു വലിയ സൈന്യത്തിന്റെ മുൻപിൽ നായകനായി നിൽക്കുകയാണ്. ഉടനെ ഫെലിസ്ത്യർ പറഞ്ഞു, ഇവനെ സിക്ലാഗിൽ ഇങ്ങനെ താമസിപ്പിച്ചാൽ എന്റെ കൂടെ ആൾക്കാരെ കണ്ടില്ലേ, ഇവനെ നമ്മളെ തലയെ കൊണ്ടേ പോകും, അതുകൊണ്ട് ഇവിടെ താമസിപ്പിക്കാൻ ഒക്കത്തില്ലെന്ന് പറഞ്ഞ് അവിടെ നിന്ന് അവനെ ഓടിച്ചു വിട്ടു. അത് ദൈവത്തിന്റെ വഴിയാ. എങ്ങോട്ടാ ഓടിച്ചു വിട്ടത്? ഇസ്രായേലിലേക്ക്. ഒരു ദിവസം ഞാൻ ശൗലിന്റെ കയ്യാൽ മരിക്കുമെന്ന് പറഞ്ഞു എവിടുന്ന് ഓടിപ്പോന്നു? ദൈവം അങ്ങോട്ട് ഓടിച്ചു. അവിടെ ചെന്ന് അവൻ ഇസ്രായേലിലെ രാജാവായി മാറി. ദൈവത്തിന്റെ വഴികളുണ്ടോ? സ്തോത്രം. നാം സേവിക്കുന്ന ദൈവം എത്ര ഉന്നതനാണ്. നിന്നെ വേണ്ട എന്ന് പറയുന്നിടത്ത് നിന്നെ മാനിക്കുന്ന ദൈവം, നിന്റെ ബലം നഷ്ടപ്പെടുന്നിടത്ത് നിന്റെ ചുറ്റും ജനത്തെ കൂട്ടുവരുന്ന ദൈവം, നിന്റെ കയ്യിൽ ഒന്നുമില്ലാതിരിക്കുമ്പോൾ കൊള്ള കൊടുത്തയക്കത്തക്ക വിധം നിന്റെ കയ്യെ പാർശ്വസിപ്പിക്കുന്ന ദൈവം, ആ ദൈവമാണ് നമ്മുടെ ദൈവം. ഇതൊന്നും ഒരു ചരിത്രമായി പഠിക്കാൻ നമുക്ക് തന്നേക്കുന്നതല്ല, അനുഭവമാക്കി ജീവിതത്തിൽ ഏറ്റെടുക്കാൻ. എത്ര വലിയ മനുഷ്യനും കരയുന്ന ദിവസങ്ങളുണ്ട്. എത്ര വലിയ മനുഷ്യനും കരങ്ങൾ ബലമില്ലാതാകുന്ന സമയത്തുണ്ട്. എത്ര കൂട്ടുകാരുടെ വ്യക്തിയും ഒറ്റപ്പെടുന്ന ദിവസമുണ്ട്. എന്നാൽ ദൈവം നമ്മുടെ കൂടെ. ദൈവം നമ്മുടെ കൂടെ. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് കിട്ടിയ ആശ്വാസത്തെ ദൂത് കേൾക്കണം. ഹൈന്ദവരുടെ ദൈവം, ക്രിസ്ത്യാനികളുടെ പലരുടെയും ദൈവമൊക്കെ മലയുടെ മുകളിലാണ്. സ്തോത്രം. നമ്മുടെ ദൈവം താഴ്വരയിൽ നടക്കുന്ന ദൈവമാണ്. സ്തോത്രം. കണ്ണുനീർ താഴ്വരയിൽ കൂടെ കടക്കുമ്പോൾ ഒരു താഴ്വരയിൽ അവരുടെ ദൈവത്തെ കാണണമെങ്കിൽ ശബരി മലയിൽ 18 പടി കയറിപ്പോണം. പൊന്നുമല മുത്തപ്പനേക്കാൾ പൊന്നും മല മുത്തപ്പന്റെ അടുക്ക പോകണം. നമ്മുടെ ദൈവം നമ്മളിരിക്കുന്നിടത്ത് താഴ്വരയിലേക്ക് ഇറങ്ങി വരുന്നുണ്ടോ? താഴ്വരയിൽ എന്നോട് കൂടെ. അതേ ദൈവജനമേ, ദൈവം അറിയാതെ ഒന്നും സംഭവിക്കും. എന്നെ അറിയുന്ന ദൈവമേ, എന്റെ കഴിവുകളും കഴിവുകേടുകളും അറിയുന്ന ദൈവമേ, എന്റെ പ്രാപ്തിയില്ലായ്മ ദൈവമേ, നീ എന്നെ നടത്തുന്നതിന്റെ വഴികൾക്കായി സ്തോത്രം. എന്റെ വഴികൾക്കായി സ്തോത്രം. ദൈവത്തെ ഏൽപ്പിച്ചു കൊടുക്കാൻ ദൈവം നമ്മെ സഹായിക്കും. ഈ വചനം നമുക്ക് നന്മയായി പഠിക്കട്ടെ. നമ്മുടെ കണ്ണുകളെ നമുക്ക്